സ്ക്രീന് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്താന്ന് നമുക്കറിയാം. എന്താണ്? നമ്മള് 5 ഹെഡിൽ പഠിച്ചു ല്ലേ? ആദ്യത്തെ 4 ഹെഡ് ഏതായിരുന്നു? നാലാമത്തെ ഹെഡാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഹെഡ് സാലറി. നമുക്കറിയാം ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് വഴി സാലറി ഇൻകം ഉള്ള ആള് അയാളുടെ ഇൻകം ടാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡാണ് സാലറി. ബിൽഡിംഗിൽ നിന്ന് വരുമാനം ഉണ്ടാകുമ്പോൾ അത് ടാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹെഡാണ് ഹൗസ് പ്രോപ്പർട്ടി. ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ വരുമാനം ഉണ്ടാകുമ്പോൾ അത് ടാക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡാണ് പ്രോഫിറ്റ് ഓർ ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് അസറ്റുകൾ വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാകുമ്പോൾ ആ ലാഭം ടാക്സ് ചെയ്യാനുള്ള ഹെഡാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ 4ാമത്തെ ഹെഡാണ്. ഓക്കെ. സെക്ഷൻ 45 മുതൽ 55 വരെയുള്ള സെക്ഷൻസ് ആണ് എന്ത് ക്യാപിറ്റൽ ഗെയിൻ ഡീൽ ചെയ്യുന്നത്. നോക്കുക നിങ്ങൾ സെക്ഷൻ 45 ചാർജിങ് സെക്ഷൻ ആണ് പറഞ്ഞത്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ചാർജ് ചെയ്യുന്നത് പറയുന്നത്? നോക്കി പ്രോഫിറ്റ് അറൈസിംഗ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഈസ് ചാർജബിൾ അണ്ടർ ദി ഹെഡ് ക്യാപിറ്റൽ ഗെയിൻ ഇൻ ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ. അതായത് പ്രോഫിറ്റ് ഒന്നുകൂടി നോക്കൂ. പ്രോഫിറ്റ് അറൈസിംഗ് ഫ്രം ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. അതായത് ഇവിടെ യൂസ് ചെയ്ത ടേം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫറും ക്യാപിറ്റൽ അസറ്റും. ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നും ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ടാക്സ് ചെയ്യുന്നത്. ഏത് വർഷമാണോ ട്രാൻസ്ഫർ നടക്കുന്നത് ആ വർഷം ക്യാപിറ്റൽ അസറ്റ് ഏത് വർഷമാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ വർഷം ആണ് എന്ത് ചെയ്യുന്നത് ടാക്സ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 ടേം പറഞ്ഞു. എന്താണ്? നമ്മുടെ ചാർജിങ് സെക്ഷനിൽ പറയുന്ന 2 ടേംസ് പറഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ അസറ്റും മറ്റൊന്ന് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ സെയിൽ എന്നുള്ള വാക്കല്ല ഇവിടെ ഉപയോഗിച്ചത് ല്ലേ? ഇവിടെ ഉപയോഗിച്ചത് ട്രാൻസ്ഫർ എന്നുള്ള വേർഡാണ്. കാരണം കേവലം സെയിൽ മാത്രമല്ല ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫറിനകത്ത് ഇൻകം ടാക്സില് സെയിലിന് അപ്പുറത്തേക്ക് ഒരുപാട് ടേംസ് വേറെ ഇൻക്ലൂഡഡ് ആണ്. അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ട്രാൻസ്ഫറും ഇൻകം ടാക്സിൽ പറയുന്ന ക്യാപിറ്റൽ അസറ്റിന്റെ നിർവചനത്തിൽ വരുന്ന ക്യാപിറ്റൽ അസറ്റും കൂടി ചേർന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ക്യാപിറ്റൽ അസറ്റ് നോക്കാം. ഓക്കെ. ക്യാപിറ്റൽ അസറ്റ് നോക്കി. ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ദി അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് ടു ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അസസി കൈവശം വെക്കുന്ന ഒരു പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഏത് രൂപത്തിലുള്ള പ്രോപ്പർട്ടി ആയിക്കോട്ടെ അത് എന്താണ് അസസി കൈവശം വെക്കുന്നതാണ്. പക്ഷെ അത് ബിസിനസ്സിന് ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാത്തതാവട്ടെ. ഓക്കെ. പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ് ഹെൽഡ് ബൈ ദി അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് ടു ഹിസ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അയാളുടെ ബിസിനസ്സിനോ പ്രൊഫഷനോ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതോ കണക്റ്റഡ് ആയിട്ടില്ലാത്തതോ ആയിക്കോട്ടെ എന്താണ് അസസി കൈവശം വെക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കാം. ഓക്കെ. ബട്ട് എക്സ്ക്ലൂഡ് പക്ഷേ അതിൽ ചിലതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏതിനൊക്കെയാണ്? സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഒന്നാമത്തെ ഒഴിവാക്കിയിട്ടുള്ളത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. അസസി സ്റ്റോക്ക് ഇൻ ട്രേഡ് കൈവശം വെക്കുകയാണെങ്കിൽ അതെന്തല്ല? അതൊരു ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് ഈ ഹെഡിലല്ല ടാക്സ് ചെയ്യുക. ഓക്കെ. അപ്പൊ എന്താ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്ന് പറഞ്ഞാല്? സ്റ്റോക്ക് ഇൻ ട്രേഡ് പേര് തന്നെയുണ്ട് അല്ലെ? കച്ചവടം ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതായത് മിക്കവാറും എന്തായിരിക്കും പ്രോഡക്റ്റുകളായിരിക്കും. പ്രോഡക്റ്റുകൾ ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന വരുമാനം ടാക്സ് ചെയ്യുന്നത് ഏത് ഹെഡിലാണ്? ബിസിനസിന്റെ ഹെഡിലാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് എന്തല്ല? ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. ഇനി അടുത്ത് നോക്കൂ. പേഴ്സണൽ എഫക്റ്റ് ഓഫ് മൂവബിൾ നേച്ചർ ഹെൽഡ് ഫോർ പേഴ്സണൽ യൂസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, പെയിന്റിങ്സ്, എനി വർക്ക് ഓഫ് ആർട്ട്. അതായത് പേഴ്സണൽ എഫക്റ്റ് ഓഫ് മൂവബിൾ നേച്ചർ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? നമ്മുടെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. ഓക്കെ. മൂവബിൾ ആയിട്ടുള്ള വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആ വസ്തുക്കൾ എന്തല്ല? സ്റ്റോക്ക് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്കറിയാം ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുവാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ ഡസ് നോട്ട് ഇൻക്ലൂഡ്. അപ്പൊ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുവിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത വ്യക്തിപര വസ്തുവാണ് എന്ത്? ജ്വല്ലറി. അപ്പൊ ജ്വല്ലറി എന്താണ്? ഒരു ക്യാപിറ്റൽ അസറ്റ് ആണ്. പിന്നെ ആർക്കിയോളജിക്കൽ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ പുരാവസ്തു ശേഖരങ്ങൾ ഉണ്ടല്ലോ അതൊരു ക്യാപിറ്റൽ അസറ്റ് ആണ് അങ്ങനെയാവുമ്പോൾ. എന്താണ്? പിന്നെ പെയിന്റിങ്സ് ക്യാപിറ്റൽ അസറ്റ് ആണ്. എനി വർക്ക് ഓഫ് ആർട്ട് ല്ലെ? എന്താണ്? കലാപരമായിട്ടുള്ള സൃഷ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോ മൂവബിൾ നേച്ചർ ആയിട്ടുള്ള പേഴ്സണൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നു. അപ്പം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പെട്ട ജ്വല്ലറി, ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, പെയിന്റിങ്സ്, ആർട്ട് വർക്കുകളൊക്കെ എന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ് താനും. ഓക്കെ. അത് ശ്രദ്ധിക്കണം. പിന്നെ റൂറൽ അഗ്രികൾച്ചറൽ ലാൻഡ് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നത്. റൂറൽ എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതായത് എന്താണ്? ഗ്രാമീണ പ്രദേശങ്ങളുള്ള അഗ്രികൾച്ചറൽ ലാൻഡ്. നഗരപ്രദേശത്തിൽ നിന്ന് മാറി ഗ്രാമപ്രദേശങ്ങളുള്ള കൃഷിസ്ഥലങ്ങൾ എന്തല്ല?
ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പോൾ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എന്തായിരിക്കും? ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. അഗ്രികൾച്ചറൽ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നില്ല. ഏതാണ് ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് പറയുന്നത്? റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്. ഓക്കെ. പിന്നെ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗോൾഡ് ബോണ്ട് ഒരു ക്യാപിറ്റൽ അസറ്റ് അല്ല. പിന്നെ സ്പെഷ്യൽ ബീറർ ബോണ്ട് ക്യാപിറ്റൽ അസറ്റ് അല്ല. അതുപോലെ തന്നെ ഗോൾഡ് ഡിപ്പോസിറ്റ് ബോണ്ട് നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ ഈ മൂന്നും സ്പെഷ്യൽ ബീറർ ബോണ്ട് ആയാലും ഗോൾഡ് ബോണ്ട് ആയാലും പിന്നെ ലാസ്റ്റ് പറഞ്ഞ ഗോൾഡ് ബോണ്ട് ഡിപ്പോസിറ്റ് ബോണ്ട് നോട്ടിഫൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഗവൺമെന്റിന്റെ എന്താണ് ഒരു സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ക്രൈസിസ് വരുന്ന സമയത്ത് പണം കണ്ടെത്തുവാനും വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ്. ഓക്കെ. അപ്പൊ അത്തരം സെക്യൂരിറ്റീസ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് ഗവൺമെന്റിന് സഹായമായിട്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സെക്യൂരിറ്റിയുടെ പർച്ചേസിനെ കണക്കാക്കുന്നത്. അപ്പൊ അതൊരു ക്യാപിറ്റൽ അസറ്റ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മൾ ഓവർ ടാക്സ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത്തരം സെക്യൂരിറ്റീസിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല. ക്ലിയർ? അപ്പൊ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കി പറയുകയാണ് എന്താണ്, ഒരു അസസിയുടെ കൈവശമുള്ള ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടി, അത് ബിസിനസ്സിനോ പ്രൊഫഷനോ വേണ്ടി ഉപയോഗിക്കുന്നതാവാം ഉപയോഗിക്കാത്തതാവാം. പക്ഷെ അസസിയുടെ കൈവശമുള്ള ഏത് പ്രോപ്പർട്ടിയെ നമുക്ക് എന്ത് വിളിക്കാം, ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കാം അല്ലെ. ക്യാപിറ്റൽ അസറ്റ് മീൻസ് പ്രോപ്പർട്ടി ഓഫ് എനി കൈൻഡ്, ഏത് രൂപത്തിലുള്ളതാവാം അല്ലെ, ഹെൽഡ് ബൈ ദി അസസി വെദർ ഓർ നോട്ട് കണക്റ്റഡ് ടു, അത് ബിസിനസ്സുമായി ബന്ധമുള്ളതാവാം ബന്ധമില്ലാത്തതാവാം. ഓക്കെ, അതിനെ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. പക്ഷെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള വസ്തുക്കൾ ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത നോക്കി, അടുത്ത എന്താണ് ട്രാൻസ്ഫർ എന്നുള്ളത്? എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ എന്ന് പറഞ്ഞെങ്കിൽ നോക്കൂ, സെയില്, എക്സ്ചേഞ്ച്, റിലിംഗ്വിഷ്മെന്റ്, പിന്നെന്താ റിലിംഗ്വിഷ്മെന്റ് ഓഫ് CA എന്ന് പറഞ്ഞാൽ, CA എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? CA എന്ന് പറഞ്ഞാല് ക്യാപിറ്റൽ അസറ്റ് എന്നതിന്റെ ചുരുക്കത്തിൽ ഞാൻ എഴുതിയാണ് കേട്ടോ CA എന്നുള്ളത്. അപ്പൊ റിലിംഗ്വിഷ്മെന്റ് ഓഫ് CA, പിന്നെ കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ, പിന്നെന്താ പറഞ്ഞത്, കൺവേർഷൻ ഓഫ് CA ഇൻടു SIT. അതിൽ CA മീൻസ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു SIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, SIT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? SIT എന്ന് പറയുന്നത് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് കേട്ടോ. അതായത് കൺവേർഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. പിന്നെ സീറോ കൂപ്പൺ ബോണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സീറോ കൂപ്പൺ ബോണ്ട് റിഡംഷൻ, ഇതൊക്കെ എന്താണ്, ഇതിനെല്ലാം ചേർന്നാണ് ട്രാൻസ്ഫർ. അപ്പൊ ട്രാൻസ്ഫർ എന്ന ടേമില് എന്ത് മാത്രമല്ല, സെയിൽസ് മാത്രമല്ല. സെയിൽസ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിൽക്കുക, വാങ്ങുക, അതാണ് സെയിൽസിനെ. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന് പകരമായിട്ട് മറ്റൊരു സാധനം നൽകുന്നതാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ചേഞ്ചും എന്താണ്, ഈ നമ്മുടെ ഈ ഹെഡില്, ക്യാപിറ്റൽ ഗെയിന്റെ ഹെഡിൽ ട്രാൻസ്ഫർ ആണ്. പിന്നെ റിലിംഗ്വിഷ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്, റിലിംഗ്വിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ റിലിംഗ്വിഷ്മെന്റ് ഓഫ് നമ്മൾ വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ എന്താണ്, കൈമാറുക എന്നൊക്കെ പറയും. ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ ഒരാൾക്ക് വെറുതെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിലിംഗ്വിഷ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, അതും ട്രാൻസ്ഫർ ആണ്. പിന്നെ കമ്പൽസറി അക്വിസിഷൻ അണ്ടർ എനി ലോ. ഇപ്പൊ നമ്മൾ എന്താണ്, റോഡൊക്കെ വരുന്ന സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും, ആളുകളുടെ പ്രോപ്പർട്ടീസ് ഒക്കെ ആദ്യം നല്ല രീതിയിൽ ചോദിക്കും, എന്താണ്, ഇത്ര രൂപയ്ക്ക് തരാം എന്ന് പറയും. അപ്പോൾ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, അവര് നിശ്ചയിച്ചിട്ടുള്ള ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടും, അവർ ആ സാധനം ഏറ്റെടുത്ത് പോകും. കാരണം നമുക്ക് നമ്മൾ നികുതി അടിച്ച് കൊണ്ടെടുക്കുന്ന പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗവൺമെന്റിന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തെ നിയമം അതാണ്. ഗവൺമെന്റിന് ആരുടെ പ്രോപ്പർട്ടിയും എന്താണ്, ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതാണ് കമ്പൽസറി അക്വിസിഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഗവൺമെന്റ് എന്താണ്, നമ്മുടെ കയ്യിൽ നമ്മൾ വിൽക്കാൻ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും ഗവൺമെന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നിർബന്ധമായിട്ട് ഏറ്റെടുക്കുന്നതാണ്. പക്ഷെ ഇൻകം ടാക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഏറ്റെടുത്താലും എന്താണ്, ട്രാൻസ്ഫർ തന്നെയാണ്. ഓക്കെ, പിന്നെ അടുത്താണ് കൺവേർഷൻ ഓഫ് CA ഇൻടു സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതായത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള ഒരു വസ്തു നിലവിൽ ക്യാപിറ്റൽ അസറ്റ് ആണ്. ആ ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്താക്കി മാറ്റുകയാണ്, സ്റ്റോക്ക് ഇൻ ട്രേഡ്, വിൽക്കാനുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം, ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ സീറോ കൂപ്പൺ ബോണ്ട് അല്ലെങ്കിൽ ഡീപ് ഡിസ്കൗണ്ട് ബോണ്ട് എന്നൊക്കെ പറയും. അതിന്റെ റിഡംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാലോ, എന്താണ്, റീപേയ്മെന്റിനെയാണ് അല്ലെ. ഒരു അസറ്റിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് റിഡംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സീറോ കൂപ്പൺ ബോണ്ടിന്റെ റിഡംഷൻ അല്ലെങ്കിൽ ഡീപ് ഡിസ്കൗണ്ട് ബോണ്ടിന്റെ റിഡംഷൻ ഒക്കെ എന്തായിട്ട് കണക്കാക്കാം, ട്രാൻസ്ഫർ ആയിട്ട് കണക്കാക്കാം. ഓക്കെ, അപ്പോൾ സെക്ഷൻ 214 ക്യാപിറ്റൽ അസറ്റ് പറഞ്ഞു. സെക്ഷൻ 247 എന്താണ്, ട്രാൻസ്ഫർ പറഞ്ഞു. അപ്പൊ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന്റെ ഡെഫിനേഷൻ പറഞ്ഞ സമയത്ത് എന്താ പറഞ്ഞു, മീനിങ് പറഞ്ഞ സമയത്ത് പറഞ്ഞത് എന്താണ്, പ്രോഫിറ്റ് അറൈസിങ് ഫ്രം ദി ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു അല്ലെ. ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നും അറൈസ് ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് നമ്മൾ എവിടെ ടാക്സ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യുന്നത്. ക്ലിയർ?
അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിനെ നമ്മൾ ഒരു ഇക്വേഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ഈസ് ഈക്വൽ ടു സെക്ഷൻ 214. അതായത് സെക്ഷൻ 214 എന്താണ്? ക്യാപിറ്റൽ അസറ്റ് എന്താന്ന് പറയുന്നത്. ദെൻ സെക്ഷൻ 247 അതെന്താണ്? ട്രാൻസ്ഫർ എന്താന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ അസറ്റ് പ്ലസ് ട്രാൻസ്ഫർ ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ സെക്ഷൻ 214 പ്ലസ് 247 ചേർന്നാൽ എന്തുണ്ടാവുന്നു? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നു. ക്ലിയർ? ഇനി അടുത്ത് നോക്കിയേ, സെക്ഷൻ 47 വാട്ട് ഈസ് നോട്ട് ട്രാൻസ്ഫർ. അപ്പൊ നമ്മളിപ്പോ ട്രാൻസ്ഫർ എന്തെല്ലാം ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാന്ന് പറഞ്ഞു അല്ലെ? സെയിൽസ് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാം, എക്സ്ചേഞ്ച് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാം, റീഇൻവെസ്റ്റ്മെന്റ് വിട്ടുകൊടുക്കുന്ന ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാം അല്ലെ? നിർബന്ധമായിട്ട് അക്യൂർ ചെയ്യുന്നത് ഗവൺമെന്റ് ഏറ്റെടുക്കുന്നത് എന്തായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാം അല്ലെ? കൺവേർഷൻ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാൻ പറഞ്ഞു, റിഡംഷൻ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാന്ന് പറഞ്ഞു. അതേപോലെ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഗിഫ്റ്റ് നൽകുന്നത് എന്തല്ല? ഒരു ട്രാൻസ്ഫർ അല്ല. വിൽ ഓർ ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി. വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽപത്രം അല്ലെങ്കിൽ എന്താണ്? വിൽപത്രം മുഖേന നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ട്രാൻസ്ഫർ അല്ല. ഇൻഹെറിറ്റൻസ് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത് അതും ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല. ദെൻ ഓൺ ലിക്വിഡേഷൻ ഓഫ് കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുക, അതായത് എയും ബിയും ചേർന്നിട്ട് എന്താകുന്നു? ലിക്വിഡേഷൻ ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എയും ബി അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി ആയിട്ട് മാറുക. ഓക്കെ, അപ്പൊ ലിക്വിഡേഷൻ ഓഫ് കമ്പനി അത് എന്തല്ല? ട്രാൻസ്ഫർ അല്ല. ലിക്വിഡേഷൻ കമ്പനി ബിറ്റ്വീൻ, ഇവിടെ ഒരു കോമ ആവശ്യമില്ല കേട്ടോ. ലിക്വിഡേഷൻ ഓഫ് കമ്പനി ബിറ്റ്വീൻ ഹോൾഡിംഗ് കമ്പനി ആൻഡ് സബ്സിഡറി കമ്പനി. ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനി തമ്മിൽ ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഒരു എന്താണ് മെർജ് ചെയ്യാന്നൊക്കെ പറയുമല്ലോ, അത് എന്തല്ല? അത് ട്രാൻസ്ഫർ അല്ല എന്നാ പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫർ അല്ലാത്തത് ഏതൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫർ അല്ലാത്തത് ഏതൊക്കെയാണ്? ഗിഫ്റ്റ്, വില്ല്, ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി. ഇൻഹെറിറ്റൻസ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. അതിനെയൊന്നും നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് പരിഗണിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? ഇപ്പൊ പറഞ്ഞതൊക്കെ ക്ലിയർ ആണോ? അത് ക്യാപിറ്റൽ ഗെയിനിൽ ചാർജ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു. ആ ചാർജ് ചെയ്യുന്നത് ക്യാപിറ്റൽ അസറ്റ് പ്ലസ് ട്രാൻസ്ഫർ ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പൊ അതിൽ ക്യാപിറ്റൽ അസറ്റ് എന്താന്ന് പറഞ്ഞു, ദെൻ ട്രാൻസ്ഫർ എന്താന്ന് പറഞ്ഞു, ട്രാൻസ്ഫർ അല്ലാത്തത് എന്താന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്ത പറയട്ടെ. അടുത്തത് എന്താണ്? ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ഒന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റും മറ്റൊന്ന് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റും. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിനും രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. അപ്പൊ നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാവും എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, എന്താണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ളത് അല്ലെ? ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് എന്തായിരിക്കും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന പ്രോഫിറ്റ് എന്ത്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അപ്പം നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് ആ അസറ്റ് ഹോൾഡ് ചെയ്തു വെച്ചിട്ടുള്ള, അതായത് ആ അസറ്റ് നമ്മുടെ കൈവശം എത്ര കാലം ഇരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ അസറ്റ് ഷോർട്ട് ടേം ആണോ അതോ ലോങ് ടേം ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അസറ്റ് എത്ര കാലം നമ്മുടെ കൈവശം ഉണ്ടായിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഇവിടെ നോക്കുക, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, ഓൾ അസറ്റ് നോക്കൂ, എല്ലാ അസറ്റും അത് കൈവശം വെക്കുന്നത് എന്താ? അപ് ടു 12 മന്ത്. ഓക്കെ, 12 മാസം വരെ. 12 മാസം വരെ ആണ്, അതായത് എല്ലാ അസറ്റിന്റെ കേസിലും 12 മാസം വരെ നമ്മൾ കൈവശം വെക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. 12 മാസം വരെ നമ്മൾ കൈവശം വെക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ അതെന്താണ്? ക്യാപിറ്റൽ അസറ്റ് ആണ്. അതായത് ഒരു വർഷത്തിൽ താഴെ കൈവശം വെക്കുന്ന എല്ലാ അസറ്റും എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, 12 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് അല്ലെ? 12 മാസം എന്ന് പറഞ്ഞാൽ ഒരു വർഷമല്ലേ? അപ്പൊ ഒരു വർഷത്തിൽ താഴെ കൈവശം വെക്കുന്ന അസറ്റ് ഏത് ടൈപ്പ് ആയിക്കോട്ടെ, അത് നമ്മുടെ കൈവശം ആയിട്ട് ഒരു വർഷം ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതെന്താണ്? അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റോ? ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ കേസിൽ നമുക്ക് കാര്യം നോക്കാനുള്ളത് നോക്കാം. ഒന്ന് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ലിസ്റ്റഡ് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, പിന്നെ UTI യൂണിറ്റ് ട്രസ്റ്റ് ഇന്ത്യ. UTIയുടെ ഫുൾ അതാണ്, യൂണിറ്റ് ട്രസ്റ്റ് ഇന്ത്യ. യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ എന്താണ് യൂണിറ്റ്സുകൾ ഉണ്ട്, അവരുടെ സെക്യൂരിറ്റീസ്. ഇതിന് ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, അതുപോലെ സീറോ കൂപ്പൺ ബോണ്ട്. അതായത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ വരുന്ന ഇത്രയും ഐറ്റംസ്, ആ ഐറ്റംസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് എന്താണ്? മോർ ദാൻ 12 മന്ത്, അതായത് 12 മാസത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെക്കുകയാണെങ്കിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അതിനെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പരിഗണിക്കാം. അപ്പൊ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്
ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോഴേക്കാണ് ലിസ്റ്റഡ് ഇക്വിറ്റി, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ദെൻ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ യൂണിറ്റ്സ്, ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട്സ്, സീറോ കൂപ്പൺ ബോണ്ട്സ്, ഇവയെല്ലാം നമ്മൾ 12 മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ നമ്മളുടെ കൈവശം വെക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, അൺലിസ്റ്റഡ് ഷെയർസ് ആൻഡ് റിയൽ എസ്റ്റേറ്റ്. അതുപോലെ ലിസ്റ്റഡ് അല്ലാത്ത അൺലിസ്റ്റഡ് ഷെയർസും അതുപോലെ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും ഒക്കെ, അതായത് അൺലിസ്റ്റഡ് ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസും അതുപോലെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ കേസിലും അൺലിസ്റ്റഡ് ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർസിന്റെ കേസിലും എന്താണ്, മോർ ദാൻ 24 മന്ത്, അതായത് 2 വർഷത്തിൽ കൂടുതൽ 24 മാസത്തിൽ കൂടുതൽ നമ്മൾ കൈവശം വെക്കുകയാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിൽ ഒരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ വാങ്ങിയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ ഒരു 24 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണ്, അതിനുശേഷമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ആ അസറ്റ് എന്താണ്, അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അത് വിറ്റിട്ട് നമുക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഓക്കെ, 24 മാസം എന്ന് പറയുമ്പോൾ 2 ഇയർ അല്ലെ. അപ്പൊ 2 വർഷത്തിൽ കൂടുതൽ അൺലിസ്റ്റഡ് ഷെയർസ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ കൈവശം വെക്കുകയാണെങ്കിൽ അതെന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഷോർട്ട് ടൈം എന്താണെന്ന് മനസ്സിലാവും അല്ലെ. അപ്പൊ 24 മാസത്തിൽ താഴെയാണെങ്കിൽ എന്തായിരിക്കും, ഷോർട്ട് ടൈം ആയിരിക്കും അല്ലെ. അൺലിസ്റ്റഡ് ഷെയർസും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും 24 മാസത്തിൽ താഴെയാണ് ഉപയോഗിക്കുന്നതെങ്കിലോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുന്നതെങ്കിലോ അതെന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതർ അസറ്റ്, മുകളിൽ പറഞ്ഞിട്ടുള്ള ലിസ്റ്റഡ് സെക്യൂരിറ്റീസും അതുപോലെ അൺലിസ്റ്റഡ് ഷെയർസും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും അല്ലാത്ത മറ്റ് അസറ്റുകളുടെ കേസിൽ മോർ ദാൻ 36 മന്ത് എന്ന് പറയുന്നത്, അതായത് 36 മാസം എന്ന് പറയുമ്പോൾ 3 ഇയർ അല്ലെ, 3 വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുകയാണ് എങ്കിൽ അതെന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇപ്പൊ എല്ലാ ക്യാപിറ്റൽ അസറ്റ് അല്ലെങ്കിൽ എല്ലാ അസറ്റും അത് ഹോൾഡ് ചെയ്യുന്നത് 1 വർഷത്തിൽ താഴെയാണെങ്കിൽ എന്തായാലും എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ക്ലിയർ. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് 1 വർഷത്തിൽ കൂടുതലായാൽ എന്താണ്, അത് ലോങ് ടൈം ആയിട്ട് മാറും. അൺലിസ്റ്റഡ് ഷെയർസും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും 2 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈം ആയിട്ട് മാറും. അതുപോലെ തന്നെ മറ്റ് ക്യാപിറ്റൽ അസറ്റുകളെല്ലാം ഹോൾഡ് ചെയ്യുന്നത് 36 മാസം, അതായത് 3 ഇയറിൽ കൂടുതലാണെങ്കിൽ അത് എന്തായിട്ട് മാറും, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ, ക്യാപിറ്റൽ അസറ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നത് എന്താണ്, ആ അസറ്റ് നമ്മുടെ കയ്യിൽ എത്ര കാലം നിന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. 1 വർഷത്തിൽ താഴെയാണെങ്കിൽ എല്ലാ അസറ്റും എന്താണ്, ഷോർട്ട് ടൈം ആണ്. ദെൻ ലിസ്റ്റഡ് ഷെയർസ് ആണെങ്കിൽ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ 1 വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം, 1 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം. അൺലിസ്റ്റഡ് ഷെയർസും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസും 2 വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം, 2 വർഷത്തിൽ കൂടുതലാണെങ്കിൽ ലോങ് ടൈം. മറ്റ് അസറ്റുകളുടെയൊക്കെ കേസിൽ 3 വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ ലോങ് ടൈം, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും എന്താണ്, ഓൾ അസറ്റ് അതർ ദാൻ ഷോർട്ട് ടൈം, അതാണ് ലോങ് ടൈം എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ അസറ്റ് അതർ ദാൻ ഷോർട്ട് ടൈം, ഷോർട്ട് ടൈം അല്ലാത്ത എല്ലാ അസറ്റുകളും എന്താണ്, ലോങ് ടൈം എന്നേ പറയുന്നുള്ളൂ. ഇപ്പൊ ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു രീതിയിലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്ത താഴെ കൊടുത്തിട്ടുള്ളത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ടേബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ ഹെഡ് കൊടുത്തിടത്തും എന്താണ് STCG എന്ന് കൊടുത്തിട്ടുള്ളൂ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ 2 ടേബിൾ രണ്ടെണ്ണത്തിന്റെ ആണ്, ഒന്ന് ഷോർട്ട് ടൈമിന്റെയും ഒന്ന് ലോങ് ടൈമിന്റെയും ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടേബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടേബിൾ ആണ് ഫസ്റ്റ് കമ്പ്യൂട്ടേഷൻ ടേബിൾ. ഈ രീതിയിലാണ് ഉണ്ടാവുക, പർട്ടിക്കുലർ കോളം എമൗണ്ട് എന്ന രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ രണ്ടാമത്തത് എന്താണ്, രണ്ടാമത്തത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന്റെ കേസിലാണ് വരുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടേഷൻ ടേബിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കൂ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്നത് പർട്ടിക്കുലർ എമൗണ്ട് എന്ന രീതിയിൽ എഴുതും. അതിൽ ഫസ്റ്റ് ഐറ്റം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നുള്ള ഐറ്റം ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്താണ്? ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാല്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് നമ്മൾ ക്യാപിറ്റൽ ഗെയിനിന് അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. പക്ഷെ അത് എന്താണ്, നമുക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്, സെല്ലിംഗ് പ്രൈസ് ആണ്. നമ്മൾ ആ ഒരു ക്യാപിറ്റൽ അസറ്റ് വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന സെല്ലിംഗ് പ്രൈസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. നമ്മൾ ഫുൾ വാല്യൂ സെല്ലിംഗ് പ്രൈസ് എന്നല്ല അവിടെ എഴുതുക. ഓക്കെ, എഴുതുന്ന എന്തായിരിക്കും, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്നായിരിക്കും.
അപ്പൊ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഇത്ര രൂപയ്ക്ക് സെയിൽ നടത്തിയപ്പോൾ കിട്ടിയ 5,00,000 രൂപ സെയിൽ നടത്തിയപ്പോൾ കിട്ടി എന്നായിരിക്കും കാണുക. അപ്പൊ ആ 5,00,000 എന്ത് ഇവിടുത്തെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. സെല്ലിംഗ് പ്രൈസ് ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. ദെൻ ലെസ്, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ. അതായത് നമ്മൾ ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ബ്രോക്കർ ചാർജ്, കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നൽകുന്നുണ്ടെങ്കിൽ ആ നൽകുന്നത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ബ്രോക്കർ ചാർജ് കൊടുത്തു എന്ന് വിചാരിക്കാം. അതെന്താണ്? ആ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പെൻസ് ആണ്. എന്തെങ്കിലും കമ്മീഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? ആ സെല്ലിംഗ് പ്രൈസിൽ നിന്നും ആ എക്സ്പെൻസ് നമ്മൾ മൈനസ് ചെയ്യണം. അതായത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് എന്ത്? നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ മൈനസ് എന്താണ്? എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ. ആ നെറ്റ് കൺസിഡറേഷനിൽ നിന്നും വീണ്ടും ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് നമ്മൾ വിറ്റിട്ടുള്ള അസറ്റ് വാങ്ങുവാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയിട്ടുള്ള എമൗണ്ടിനെയാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞത്. നമ്മൾ വിറ്റിട്ടുള്ള അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് മൈനസ് ചെയ്യുക. ദെൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതുപോലെ തന്നെ വിൽക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, ഏതൊരു അസറ്റും പൊതുവെ വിൽക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാറുണ്ട്? ഒരു വർക്കിംഗ് കണ്ടീഷനിലാക്കുക എന്ന് പറയില്ലേ? കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ വാങ്ങിയ അസറ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ മുകളിൽ പല ഇംപ്രൂവ്മെന്റ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ എന്താണ്, വിൽക്കാൻ നേരമാകുമ്പോൾ ചിലപ്പോൾ ഒന്ന് പെയിന്റ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഗേറ്റ് ഒക്കെ വെച്ച് അങ്ങനെ നമ്മൾ എന്തെങ്കിലും വിൽക്കുവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ആ കാര്യങ്ങളെയാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്, അതായത് ആ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ അത്. അപ്പോൾ പ്രോപ്പർട്ടി വാങ്ങാൻ വന്ന ചെലവ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, പിന്നെ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെലവ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. അത് രണ്ടും നെറ്റ് കൺസിഡറേഷനിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണെന്ത്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, മിക്കവാറും ക്വസ്റ്റ്യൻ അവിടെ വെച്ച് തീരും. ചിലപ്പോൾ എന്താണ്, അതിനകത്ത് വീണ്ടും ചില അഡ്ജസ്റ്റ്മെന്റുകൾ വരാം. അതായത് എക്സംഷൻസ് എന്ന് പറയും. നമ്മൾ എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഡിഡക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? സാലറിയിൽ ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു, ഹൗസ് പ്രോപ്പർട്ടി ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു, ബിസിനസിന്റെ ഹെഡില് ഡിഡക്ഷൻസ് ഉണ്ടായിരുന്നു. ഡിഡക്ഷൻസ് നമ്മൾ ആ ഒരു രീതിയിലല്ല പഠിച്ചതെങ്കിലും ഡിഡക്ഷൻസ് അതിനകത്തുണ്ട്. ഡിസോർഡർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത്തരം ഐറ്റംസ് പോലെ ഇവിടെയും എന്തുണ്ട്? എക്സംഷൻസ് ഉണ്ട്. ഇവിടെ എക്സംഷൻസ് സെക്ഷൻ 54 54 എക്സംഷൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ എക്സംഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അത് നമ്മൾ വരുന്ന ഏരിയയിൽ പറയുന്നുണ്ട്. അത് അവിടെ പറയാം. അപ്പൊ എക്സംഷൻസ് എന്നത് കിട്ടണമെങ്കിൽ ഉണ്ടാവേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രോപ്പർട്ടി വിറ്റ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായെന്ന് വിചാരിക്കുക. ആ ക്യാപിറ്റൽ ഗെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻകം ടാക്സിന്റെ ക്യാപിറ്റൽ ഗെയിനിലെ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഹൗസ് പ്രോപ്പർട്ടി വിറ്റു, അതിൽ എനിക്കൊരു ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായെന്ന് വിചാരിക്കൂ, അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായെന്ന് വിചാരിക്കുക. ഞാൻ ആ ലാഭം ഉപയോഗിച്ചിട്ട് ഞാൻ വേറൊരു ഹൗസ് പ്രോപ്പർട്ടി വാങ്ങുകയാണെങ്കിൽ എന്താണ്, എനിക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിനെ എന്താണ് ഇൻകം ടാക്സിൽ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാം. അപ്പൊ നമുക്ക് അതിന്റെ ഗുണം എന്താണ്? നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്താലുള്ള ഗുണം എന്താണ്? ടാക്സ് ചെയ്യാനുള്ള ക്യാപിറ്റൽ ഗെയിൻ കുറയും. ഓക്കെ, നമുക്ക് പുതിയൊരു അസറ്റ് നമ്മുടെ കയ്യിലെത്തും ചെയ്യും. എന്താണ്, നമ്മുടെ ലാഭം കൂടുതലായിട്ട് ഗവൺമെന്റിലേക്ക് ടാക്സ് ചെയ്ത് പോവാതെ രക്ഷപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെ മിക്കവാറും ആളുകൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ എക്സംഷൻ ക്ലെയിം ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം വരുന്ന സമയത്ത് പ്രോബ്ലത്തിനകത്ത് കാണും, ഇപ്പൊ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ട്, ആ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ചിലപ്പോൾ ഇന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ നോക്കണം, നമ്മൾ പഠിച്ചിട്ടുള്ള എക്സംഷൻ കിട്ടുന്ന ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് നോക്കണം. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചതെങ്കിൽ ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ഓരോന്നിനും കറസ്പോണ്ടിങ് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 54, 54B, 54F, 54EC അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലേത് സെക്ഷൻ ആണോ അതിന് നേരെ വരുന്നത്, ആ സെക്ഷൻ അതിന് നേരെ എഴുതുക, അത് മൈനസ് ചെയ്യുക. ബാക്കി വരുന്നതാണ് എന്ത്? ടാക്സബിൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് ഇത്ര ചെറുതാക്കി സിമ്പിളാക്കി ഞാൻ പറഞ്ഞെങ്കിലും ഇത് ഒരു ക്വസ്റ്റ്യനിൽ നിന്നും ഈ ഫോർമാറ്റിലേക്ക് നമ്മൾ എഴുതി വരുമ്പോൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അല്ലെ? ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചാൽ നമ്മൾ ആദ്യം എന്താണ്, അതിലെ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഏതാണെന്ന് മനസ്സിലാക്കണം. അതായത് അതിലെ സെല്ലിംഗ് പ്രൈസ് ഏതാണെന്ന് മനസ്സിലാക്കണം. അതിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം അല്ലെ?
പിന്നെന്താണ് അതിലെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അതായത് ആ ബിൽഡിംഗ് വാങ്ങാൻ വേണ്ടിയിട്ട് ചെലവാക്കിയ എമൗണ്ട് എത്രയാ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ പൊതുവെ കുട്ടികൾ തെറ്റിക്കുന്ന ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനും കോസ്റ്റ് ഓഫ് അക്വിസിഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി പോകാറുണ്ട്. ഓക്കെ. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ പകരം ലോസ് ആയിട്ട് മാറും. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ടൊക്കെ മാറും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ പിക്ക് ചെയ്യാൻ പഠിക്കണം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യാൻ പഠിക്കണം. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് പിക്ക് ചെയ്യാൻ പഠിക്കണം. അതുപോലെ തന്നെ കറക്റ്റ് എക്സംഷൻ ഏതാന്ന് പഠിക്കണം. സെക്ഷൻ 54 54 ബിയിൽ വരുന്നത്, 54 ബി അല്ല 54 വരുന്നത്. അപ്പോൾ ഇതിൽ ഏത് സെക്ഷൻ അനുസരിച്ചുള്ള എക്സംഷൻ ആണ് ക്ലെയിം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അതിനൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പൊ ചെറിയൊരു കാര്യമല്ല പറഞ്ഞത്, ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് വെക്കുക, നോട്ടിലേക്ക് പകർത്തി വെക്കുക. ദെൻ അടുത്ത ഫോർമാറ്റ് എന്താണ്? ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നുണ്ടാകുന്ന ലാഭമാണ് നമ്മൾ ഈ ഫോർമാറ്റിലെ ഫസ്റ്റ് ഫോർമാറ്റ് വെച്ച് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്ത ഹോൾഡിംഗ് പീരീഡ് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, അതൊരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈ ഫോർമാറ്റ് അല്ല, ഒന്നാമത്തെ ഫോർമാറ്റ് അല്ല, രണ്ടാമത്തെ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരേപോലെയൊക്കെ തോന്നും. ഓക്കെ. നോക്കിയേ, ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയാണ്. ഒന്നാമത്തേലും രണ്ടാമത്തെ ഫോർമാറ്റിലും ഫുൾ വാല്യൂ, ഷോർട്ട് ടൈം ആയിക്കോട്ടെ ലോങ് ടൈം ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ തന്നെയാണ്. ഇവിടെയും സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് എടുക്കുന്നത്, അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ. ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ മൈനസ് ചെയ്യണം. അത് അവിടെയും ഇവിടെയും ചെയ്യണം. എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ ഒന്നാമത്തേലും ചെയ്യണം, രണ്ടാമത്തേലും ചെയ്യണം. ഓക്കെ, അതിലും മാറ്റമില്ല. ദെൻ നെറ്റ് കൺസിഡറേഷൻ, അവിടെയും മാറ്റമില്ല. മാറ്റം തുടങ്ങുന്നത് ഇവിടെയാണ്. ഇവിടെ നോക്കൂ, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ഇവിടെ യൂസ് ചെയ്തത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണെങ്കിൽ ഇവിടെ ലോങ് ടൈമിലേക്ക് എത്തിയപ്പോൾ എന്തായിട്ട് മാറി, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നായിട്ട് മാറി. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്താണെന്നുള്ള നമ്മൾ വരുമ്പോൾ വരുന്ന ഏരിയയിൽ പറയുന്നുണ്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനെയാണ്, വെറും കോസ്റ്റ് ഓഫ് അക്വിസിഷനെ അല്ല മൈനസ് ചെയ്യേണ്ടത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനെയാണ് മൈനസ് ചെയ്യേണ്ടത്. അതായത് കോസ്റ്റ് ഓഫ് അക്വിസിഷനെ, ഒരു അസറ്റ് വാങ്ങുവാൻ വേണ്ടി ചെലവാക്കിയ എമൗണ്ടിനെ എന്ത് ചെയ്യണം, ഇൻഡെക്സേഷൻ ചെയ്യണം. എന്തിനാണ് ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിലെ നമ്മൾ ഒരുപാട് കാലം പഴയ അസറ്റിനെയാണ് നമ്മൾ വിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിയ സമയത്തെ ടൈം വാല്യൂ മാത്രം വെച്ച് എന്താണ്, നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടി, ഒരു 10 വർഷം മുന്നേ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി ഇപ്പോൾ ഒരു 7 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അത് ഇന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, ആ അന്നത്തെ 5 ലക്ഷത്തിന് ചിലപ്പോൾ ഇന്നത്തെ 7 ലക്ഷത്തിനേക്കാളും എന്തുണ്ടാവും, മൂല്യമുണ്ടാവും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് ജസ്റ്റ് സംഖ്യ, എന്താണ്, ന്യൂമറിക്കൽ ഫിഗർ വെച്ചിട്ട് നമുക്ക് തോന്നും 2 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് തോന്നും അല്ലേ? പക്ഷെ അത് ലാഭം ആവണമെന്നില്ല, അത് ക്യാപിറ്റൽ ഗെയിൻ ആവണമെന്നില്ല. എന്തുകൊണ്ട്? അന്നത്തെ 5 ലക്ഷത്തിന്റെ മൂല്യം ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മുട്ടിച്ചു നോക്കുന്ന സമയത്ത് അതിന് 7 ലക്ഷം കിട്ടിയാൽ മതിയാവില്ല. ചിലപ്പോൾ എത്ര കിട്ടേണ്ടി വരും? അതിന് ചിലപ്പോൾ ഒരു 10 15 ലക്ഷം കിട്ടേണ്ടി വരും. ഓക്കെ. അപ്പൊ അങ്ങനെ, അതായത് ടൈം വാല്യൂ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഓക്കെ. അതായത് പണത്തിന്റെ മൂല്യത്തിലുള്ള മാറ്റത്തിന് കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് എന്ത്, ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡെക്സേഷൻ ചെയ്യുന്നത് എവിടെ മാത്രമാണ്, ആ അസറ്റ്, നമ്മൾ വിൽക്കുന്ന അസറ്റ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇൻഡെക്സേഷൻ ചെയ്യുള്ളൂ. ക്ലിയർ? ദെൻ അടുത്തതാണ് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും അതുപോലെയാണ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ആ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിന് ഇംപ്രൂവ്മെന്റ്, അതിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ വേണ്ടി, പെയിന്റിങ്, ഞാൻ പറഞ്ഞല്ലേ, ഒരു വിൽക്കാൻ പോകുന്ന പ്രോപ്പർട്ടി നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തും. ആ ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടിനെ എന്ത് ചെയ്യണം, ഇൻഡെക്സേഷൻ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇൻഡെക്സേഷൻ ചെയ്ത് കിട്ടുന്ന ആ എമൗണ്ട്, ഇത് രണ്ടും ഏതില്, ലോങ് ടേമില് ജസ്റ്റ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്നല്ല, രണ്ടിനെ ഇൻഡെക്സേഷൻ ചെയ്യണം. അങ്ങനെ ഇൻഡെക്സേഷൻ ചെയ്ത് കിട്ടിയ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആണ് ഇവിടെ എന്ത്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു വരിക. ഓക്കെ. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലുള്ള മാറ്റം സെയിം സംഭവം തന്നെയാണ്, സെയിം രീതിയിലുള്ള ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ കോസ്റ്റ് ഓഫ് അക്വിസിഷനെയും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിനെയും എന്ത് ചെയ്യണം, ഇൻഡെക്സേഷൻ ചെയ്യണം. ഓക്കെ. ഇനി ഇൻഡെക്സേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്, താഴെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഈ ഫോർമാറ്റ് ഇങ്ങനെ മനസ്സിലാക്കുക. ഇവിടെയും നമുക്ക് എക്സംഷൻ കിട്ടും. ഇവിടെയും എക്സംഷൻ കിട്ടണമെങ്കിൽ എന്താണ്, നമുക്ക് ഉണ്ടായിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിനെ ഇൻകം ടാക്സിൽ ക്യാപിറ്റൽ ഹെഡിന്റെ ചാപ്റ്ററിൽ പറയുന്ന അതേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിൽ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം.
അങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ഏത് സെക്ഷനിൽ വരുന്നതാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. സെക്ഷൻ 54 സെക്ഷൻ 54B ആണോ, 54EC ആണോ, 54G ആണോ, 54GA ആണോ, 54F ആണോ, അങ്ങനെ നമുക്ക് ഏത് കറസ്പോണ്ടിങ് സെക്ഷൻ അനുസരിച്ചുള്ള എക്സംഷൻ ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്ന്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന്റെ ട്രാൻസ്ഫർ ഇൻഡെക്സേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല എന്താന്നുള്ളതാണ്. അപ്പൊ ഇൻഡെക്സേഷൻ എന്താന്ന് ഞാൻ പറഞ്ഞു. എന്താ ഇൻഡെക്സേഷൻ? നമ്മൾ ടൈം വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാണ് അല്ലെ. അതായത് 2001 നമ്മൾ ടൈം വാല്യൂ ഇവിടെ ഒരു ഇൻഡെക്സേഷന്റെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ പഠിക്കുന്ന വർഷത്തെ ഇൻഡെക്സ് വരുന്നത് 364 പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയർ നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ 2023-24 അപ്പൊ 2023-24 ഇൻഡെക്സ് വരുന്നത് 348 ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് മനസ്സിലാക്കുക. സ്റ്റാർട്ടിങ് ഇവിടെ 2001 2002 മുമ്പ് വാങ്ങിയിട്ട് ഒരു പ്രോപ്പർട്ടി ആണെന്ന് വിചാരിച്ചോളൂ. അതിന്റെയൊക്കെ ഇൻഡെക്സ് വരിക 100 ആയിരിക്കും. 2001 സ്റ്റാർട്ടിംഗ് ആയിട്ട് കണക്കാക്കുന്നത്. 2001 100, 2001 ശേഷം ഇങ്ങോട്ടൊക്കെ ഓക്കെ. അപ്പൊ 2001 100 രൂപ വില ഉണ്ടായിരുന്ന, ഇത് മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. 2001 100 രൂപ വില ഉണ്ടായിരുന്ന ഒരു വസ്തുവിന് 2023-24 ആയപ്പോൾ 348 രൂപ വില ഉണ്ട്. ഓക്കെ. അപ്പൊ ആ 348ലേക്ക് എന്ത് ചെയ്യണം? അതിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ക്ലിയർ? അതിനെയാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്. ആ 100നെ 348 ആക്കി മാറ്റണം. എന്നിട്ട് ലാഭം ഉണ്ടോ നോക്കണം. അപ്പോഴാണ് ലാഭം ഉണ്ടാവുക. അല്ല 100 രൂപയ്ക്ക് നമ്മൾ 2001 എന്താണ് എന്തെങ്കിലും ഒരു വസ്തു വാങ്ങി അത് നമ്മൾ 2024 348 രൂപയ്ക്ക് വിറ്റു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് തോന്നുകയാണ് എന്താണ് 248 രൂപ നമുക്ക് അധികം കിട്ടി, ലാഭമല്ലേ എന്ന് തോന്നും. പക്ഷെ അതിന്റെ ടൈം വാല്യൂ വെച്ച് നോക്കുമ്പോൾ 2001 100 രൂപയ്ക്ക് ഇപ്പോ 2023-24 എത്ര രൂപ ഉണ്ട്? 348 രൂപയുടെ വാല്യൂ ഉണ്ട് 2001 100 രൂപയ്ക്ക്. ഓക്കെ. അപ്പോ ഇപ്പൊ കിട്ടിയ 340 വിറ്റ് കിട്ടിയ 348 രൂപ ശരിക്കും എന്തല്ല? ലാഭമല്ല. നമുക്കവിടെ ലാഭം ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്നാ പറയാ. ഓക്കെ. CII എന്ന രീതിയിലും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ കാണും. അപ്പൊ നിങ്ങൾ ബ്രാക്കറ്റിനകത്ത് അങ്ങനെ എഴുതി വെച്ചോളൂ. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ CII. ക്വസ്റ്റ്യനകത്ത് നമുക്ക് തരും. എന്താണ് ഈ CII 2001 2002 എത്രയാണ്? 2003 എന്താണ് 4 CII ഇതാണെന്ന് പറയും. പക്ഷെ 2023-24 നമ്മളിപ്പോ പഠിക്കുന്ന വർഷത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ CII നമുക്ക് ക്വസ്റ്റ്യനിൽ തരാറില്ല. കാരണം അത് നമ്മൾ പഠിക്കുന്ന വർഷമായതുകൊണ്ട്. ബാക്കി ബാക്കിലുള്ള വർഷങ്ങളിലെ CII നമുക്ക് തരും. അതുകൊണ്ട് നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ രണ്ടും നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. 2023-24 2024-25 ഇത് ചിലപ്പോൾ നമുക്ക് തരില്ല. കാരണം നമ്മൾ പഠിക്കുന്ന വർഷത്തെ അതായതുകൊണ്ട്. അതുപോലെ സ്റ്റാർട്ടിംഗ് ഡേറ്റിലും തരില്ല. 2001 2002 100 അപ്പൊ ഈ 3 നിങ്ങളൊന്ന് മനഃപ്പാഠമാക്കി വെക്കുക. ഓക്കെ. ഇനി എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റും എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഫോർമുല നോക്കൂ. ഫോർമുല ഫോർ ഇൻഡെക്സേഷൻ. അപ്പൊ ഇൻഡെക്സ്ഡ് COA എന്ന് പറഞ്ഞില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്നാണ്. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ഇങ്ങനെ തന്നെ ചിലപ്പോൾ കാണാം. എവിടെയാ പ്രോബ്ലം തരുന്ന സമയത്ത് COA എത്രയാണ്, അസറ്റിന്റെ COA എത്രയാണ്, COI എത്രയാന്നൊക്കെ പറയും. അപ്പൊ അത് ചുരുക്കി തരികയാണെങ്കിൽ അതെന്താണ്? COA എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, COI എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ കാണുക എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, ഇവിടെ കൊടുത്ത ഇക്വേഷൻ നോക്കൂ. ഇൻഡെക്സ് വാല്യൂ ഓഫ് ട്രാൻസ്ഫർ ഇയർ ഡിവൈഡ് ബൈ ഇൻഡെക്സ് വാല്യൂ ഓഫ് അക്വിസിഷൻ ഇയർ ഇൻറ്റു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അതായത് നമ്മൾ ഒരു അസറ്റ്, ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു അസറ്റ് വാങ്ങുന്നത് വാങ്ങിയ വർഷം 2021-22 ഇരിക്കുക. അസറ്റ് വാങ്ങിയ വർഷം 2021-22 2021-22 ഞാനൊരു അസറ്റ് വാങ്ങിയത് ഒരു 5 ലക്ഷം രൂപയ്ക്ക് ആണെങ്കിൽ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് നോക്കും. നമ്മൾ ഈ ടേബിൾ നോക്കിയിട്ട് വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് നോക്കും. 2021-22 ഇൻഡെക്സ് എത്രയാണ്? 317. ഓക്കെ. അപ്പം വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് എവിടെ എഴുതണം? ഇൻഡെക്സ് വാല്യൂ ഓഫ് അക്വിസിഷൻ ഇയർ. അക്വിസിഷൻ ഇയറിലെ ഇൻഡെക്സ് നമ്മൾ താഴെ എഴുതണം. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്തു? 2021-22 ഇൻഡെക്സ് എത്രയാണ്? ക്വസ്റ്റ്യൻ 317. അത് നമുക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും തരും. ഓക്കെ. 317 എന്ന് അവിടെ എഴുതുന്നു. മുകളില് വിൽക്കുന്ന വർഷം 2024-25 ആണെങ്കിൽ അവിടുത്തെ ഇൻഡെക്സ് എത്രയാണ്? 364. അത് നമുക്ക് കാണാതെ അറിയണം. 364. ഓക്കെ. അപ്പം 364 ഡിവൈഡ് ബൈ 317 ഇൻറ്റു വാങ്ങിയ വർഷം, അതായത് 2021-22 ഞാൻ ആ അസറ്റ് വാങ്ങിയ സമയത്ത് കൊടുത്ത എമൗണ്ട് 5 lakh ആണെങ്കിൽ ഇൻറ്റു 5 lakh. ഓക്കെ. അത് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്.
വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാങ്ങിയ വർഷത്തെ എന്താണ് ഇൻഡെക്സ് നമ്മൾക്ക് അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ദെൻ വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് ആവും തരാതിരിക്കുക. വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ അസസ്മെന്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം 348 ആവാനാണ് സാധ്യത. കാരണം നിങ്ങൾ പഠിക്കുന്ന ഒരു ഇയർ വെച്ചിട്ട് 348 ആണ്. ഇനി നിങ്ങൾ പഠിക്കുന്ന ഇയർ അല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനകത്ത് തന്നെ ആ ഇൻഡെക്സ് തന്നിട്ടുണ്ടാവും. ക്വസ്റ്റ്യനകത്ത് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെതാണോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെതാണോ എന്ന് തിരിച്ചറിയാൻ ഈസിയാണ്. കാരണം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അവിടെ എന്തുണ്ടാവും? അതിനകത്ത് ബ്രാക്കറ്റിൽ ഇൻഡെക്സ് വാല്യൂ തന്നിട്ടുണ്ടാവും. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ CII 2001 2002 ഇത്രയാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ ഏത് ടേബിൾ ആണോ ഒന്നാമത്തെ ടേബിൾ ആണോ ഉപയോഗിക്കേണ്ടത് രണ്ടാമത്തെ ടേബിൾ ആണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ സംശയത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് അവിടെ പറയും എന്താണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഇൻഡെക്സേഷൻ ചെയ്യണമല്ലോ. അപ്പോൾ ഇൻഡെക്സേഷൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? CIIയുടെ ഇൻഫർമേഷൻ വേണം. അപ്പൊ അത് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും ചെയ്യും. അതുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഇത് ഓർമ്മയില്ല ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ അസറ്റിന്റെ ഈ നിയമങ്ങൾ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും നമുക്ക് എന്താക്കാം ലോങ് ടൈം ആണെന്ന് പറഞ്ഞ് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ. ഒരു ഐഡിയ പറഞ്ഞു തന്നേ പക്ഷെ ആ ഐഡിയ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ടൈപ്സിന്റെ ഹോൾഡിംഗ് പീരീഡ് പഠിക്കാതിരിക്കരുത്. കാരണം ചിലപ്പോൾ തിയറി ചോദിച്ചാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പ്രോബ്ലം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഹോൾഡിംഗ് പീരീഡ് പഠിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് ലോങ് ടൈം ആണോ ഷോർട്ട് ടൈം ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? ഈ ക്വസ്റ്റ്യനകത്ത് ഇൻഡെക്സേഷൻ വാല്യൂ തന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. ഇൻഡെക്സേഷൻ വാല്യൂ തന്നാൽ ആ ക്വസ്റ്റ്യൻ മിക്കവാറും എന്തായിരിക്കും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ? ഇനി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് കാണാൻ പറഞ്ഞതെങ്കിൽ എന്താണ് ഇക്വേഷൻ? ഇൻഡെക്സ് വാല്യൂ ട്രാൻസ്ഫർ ഇയർ. അതായത് വിൽക്കുന്ന വർഷത്തെ ഇൻഡെക്സ് വാല്യൂ ഡിവൈഡ് ബൈ ഇൻഡെക്സ് വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ് ഇയർ. നമ്മൾ എന്താണ് ഇംപ്രൂവ്മെന്റ് നടത്തിയ വർഷത്തെ ഇൻഡെക്സ് വാല്യൂ ഇൻറ്റു എത്ര രൂപയ്ക്കാണ് ഇംപ്രൂവ്മെന്റ് നടത്തിയത് അത്. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇൻഡെക്സ് വാല്യൂ ട്രാൻസ്ഫർ ഇയർ ഡിവൈഡ് ബൈ ഇൻഡെക്സ് വാല്യൂ ഓഫ് ഇംപ്രൂവ്മെന്റ് ഇയർ ഇൻറ്റു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇംപ്രൂവ്മെന്റ് നടത്തിയത്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കിട്ടും. ക്ലിയർ? ഇൻഡെക്സേഷൻ ഫോർമുല ക്ലിയർ? ഓക്കെ അല്ലേ? പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും, ഒന്നുകൂടി ക്ലിയർ ആവും. ഇപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ എങ്ങനെയാ ചെയ്യാന്നുള്ളത്? യെസ്. ഇനി സെക്ഷൻ 55 കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് സ്പെഷ്യൽ കാറ്റഗറി അസറ്റ്. അതായത് ഈ ഇതിൽ പറയുന്ന ചില കാറ്റഗറി അസറ്റിന്റെ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ജനറൽ കേസിൽ സാധാരണ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ്. അതായത് നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള എമൗണ്ട് പ്ലസ് ആ അസറ്റ് വാങ്ങുവാൻ വേണ്ടി എന്തെങ്കിലും ബ്രോക്കറേജോ കമ്മീഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ അസറ്റ് വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്പെൻസ് ഓൺ എന്താണ് പർച്ചേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് നമുക്ക് ഉണ്ടായെന്ന് വിചാരിക്കാം. അത് എന്ത് ചെയ്യണം? അത് നമ്മൾ ആഡ് ചെയ്യണം. അത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തതാണ് അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത്. സാധാരണ കേസ് അതാണ് ജനറൽ എന്ന് പറഞ്ഞത്. സാധാരണ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ്. ബ്രോക്കറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്രോക്കറേജ് എന്നുള്ള ടേം മാത്രം പ്രതീക്ഷിക്കേണ്ട, കമ്മീഷൻ ആവാം. ഓക്കെ. അതായത് പർച്ചേസുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ് എക്സ്പെൻസസ് ആണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. പർച്ചേസുമായി ബന്ധപ്പെട്ട ചെലവുകൾ. ഇനി അസറ്റ് അക്വേർഡ് 1/4/2001 1/4/2001 മുമ്പ് നമ്മൾ ഒരു അസറ്റ് വാങ്ങിയെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കേണ്ടത് ഇവിടെ പറയുന്നതിൽ വലുതാണ്. ഇവിടെ പറയുന്നത് അതായത് പർച്ചേസ് PP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പർച്ചേസ് പ്രൈസ് ആണ്. പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ്. അപ്പൊ ഒരു വാല്യൂ കിട്ടും. പർച്ചേസ് പ്രൈസും പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ കിട്ടും. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ചിലപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ എന്ന് പറയും. 2001 2004 ഫെയർ മാർക്കറ്റ് വാല്യൂ ഇത്രയാന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് തരും. അങ്ങനെയെങ്കിൽ അത് അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ്. ഇതിൽ ഏതാണോ വലുത് അതായിരിക്കും എന്തായിട്ട് എടുക്കുക? നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. വലുതാണ് എപ്പോഴും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആക്കി എടുക്കുക. എന്തുകൊണ്ടാണ് വലുത് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് അസസിക്ക് ലാഭം വലുതെടുക്കുന്നതാണ്. കാരണം വലുതെടുത്ത് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൂടും തോറും എന്താ ഗുണം? നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ കുറയും. ക്യാപിറ്റൽ ഗെയിൻ കുറഞ്ഞാൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സ് കുറയും. അപ്പൊ അതുകൊണ്ട് അസസിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. ആക്ച്വലി കൂടുതലല്ലെങ്കിൽ പോലും കൂടുതലായിട്ട് കാണിക്കുന്നതാണ് അവർക്ക് ലാഭം. അപ്പൊ അതുകൊണ്ട് അവർ മിക്കവാറും എന്ത് ചെയ്യും? 2001 മുമ്പ് വാങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ
അതിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കും. അതിൽ ഹയർ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ അതാണ് എന്തായിട്ട് എടുക്കുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കുക. ഓക്കെ, ആ രണ്ട് കാര്യം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിർബന്ധമായ ഓർമ്മയിൽ ഉണ്ടാവണം. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ അങ്ങനെ വരാറില്ല, എന്നാൽ ജസ്റ്റ് മനസ്സിലാക്കുക. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ, അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല, നില്ലാണ്, അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എൻ്റെ ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ പ്രൊഡക്റ്റും അങ്ങനെയുള്ള നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ നൽകി ഞാനൊരു ഗുഡ് വിൽ ഉണ്ടാക്കിയെടുത്തു. അതാണ് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാന് അതിന് പ്രത്യേകിച്ച് കോസ്റ്റ് ഉണ്ടോ? അത് എന്റെ നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായതാണ്. അപ്പം ആ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിന് അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഒന്നും ഇല്ല. ഓക്കെ, ദെൻ ബ്രാൻഡ് നെയിം ആൻഡ് ട്രേഡ് മാർക്ക്. ബ്രാൻഡ് നെയിമും ട്രേഡ് മാർക്കും അതിനും എന്തില്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ബ്രാൻഡ് നെയിമും ട്രേഡ് മാർക്കൊക്കെ നമ്മൾ എന്താണ്, അതിന് വില ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ, അല്ലെ? പക്ഷെ അതിന് എന്തില്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. ഒരു ബ്രാൻഡ് നെയിം നമ്മൾ എന്താണ് രജിസ്റ്റർ ചെയ്യാനുള്ള ചെലവുണ്ട്, പക്ഷെ രജിസ്റ്റർ ചെയ്യുന്ന ചെലവല്ല അവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്രാൻഡ് നെയിം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ നല്ല എന്താണ് പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. അപ്പൊ അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. ടെനൻസി റേറ്റ്. ടെനൻസി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ വാടക കരാറിലൂടെ ലഭിക്കുന്ന അതാണ് ടെനൻസി റൈറ്റ് എന്ന് പറയുന്നത്. അതിന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല. പിന്നെ ഗുഡ് വിൽ ഓഫ് ബിസിനസ്, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇല്ല എന്ന് പറഞ്ഞു. പാറ്റന്റിന് ഇല്ല എന്ന് പറഞ്ഞു. റൈറ്റ് ടു ക്യാരി ഓൺ എനി ബിസിനസ്, മറ്റ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ക്യാരി ഓൺ ചെയ്യാൻ വേണ്ടി നമുക്കുള്ള അവകാശം, അതിനൊന്നും എന്തില്ല, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വാല്യൂ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് അങ്ങനെ കാണാറില്ല. അപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നിൽ ആയിട്ടുള്ളത് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടി ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിനില്ല, ബ്രാൻഡ് നെയിം ട്രേഡ് മാർക്കിനില്ല, ടെനൻസി റേറ്റിനില്ല, ഗുഡ് വിൽ ഓഫ് ബിസിനസിനില്ല, പാറ്റന്റിനില്ല, റൈറ്റ് ടു ക്യാരി ഓൺ എനി ബിസിനസ്, ഇതിനൊന്നും കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വാല്യൂ ഇല്ല. നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ടേബിളിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പോയിന്റ് ആണ്. ജനറൽ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത് എത്രയാണ്? ജനറൽ കേസിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വരുന്നത് പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ് ആണ്. അതുപോലെ തന്നെ 1/4, ഇത് എന്തായാലും മിക്കവാറും ക്വസ്റ്റ്യൻ കാണാറുണ്ട്. 1/4/2001 മുമ്പ് വാങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണ് എങ്കിൽ അവിടെ പർച്ചേസ് പ്രൈസ് പ്ലസ് ബ്രോക്കറേജ് കൂട്ടി കിട്ടുന്ന ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് വാല്യൂ, ഇതിൽ ഏതാണോ വലിയ എമൗണ്ട് അതായിരിക്കും അവിടുത്തെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് വരിക. ഓക്കെ, ഇതാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് the long term capital asset for which the benefit of indexation is not available. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കാത്ത ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകളുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ലഭിക്കാത്ത ലോങ് ടേം ക്യാപിറ്റൽ അസറ്റുകൾ, അതൊന്ന് ബോണ്ട് ഓർ ഡിബഞ്ചർ. ബോണ്ടിനും ഡിബഞ്ചേഴ്സിനും എന്ത് കിട്ടില്ല, അതർ ദാൻ ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓർ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂഡ് ബൈ RBI. അപ്പോൾ ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടും അതുപോലെ തന്നെ RBI ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടും, അതിന് രണ്ടിനും എന്ത് കിട്ടാറുണ്ട്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാറുണ്ട്. അപ്പൊ ലോങ് ടൈം നോക്കുന്ന സമയത്ത് അസറ്റ് എന്തായിരിക്കും, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിന്റെ ഹോൾഡിംഗ് പീരീഡ് വെച്ച് നോക്കുമ്പോൾ അതെന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും. പക്ഷെ അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ഏത് കേസിൽ? ബോൺസിന്റെ കേസിലും ഡിബഞ്ചേഴ്സിന്റെ കേസിലും. അതിൽ തന്നെ കിട്ടുന്ന ബോണ്ടും ഡിബഞ്ചറും ഉണ്ട്. ഏതാണ്? ഈ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ ഇൻഡെക്സ്ഡ് ബോണ്ട് എന്ന് പറയുന്ന ഒരു ബോണ്ട് ഉണ്ടാവും, അതിന് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ RBI ഇഷ്യൂ ചെയ്യുന്ന, ഗവൺമെന്റ് അല്ലെങ്കിൽ RBI ഇഷ്യൂ ചെയ്യുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയും, അതിന് നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടാത്തത്. ഇനി അടുത്തത് ഷെയർ ഇൻ ഓർ ഡിബഞ്ചർ ഓഫ് an ഇന്ത്യൻ കമ്പനി അക്വേർഡ് ബൈ യൂട്ടിലൈസിങ് കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച്. കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ വാങ്ങി എന്ന് വിചാരിക്കാം. കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോറിൻ മണിയുടെ അല്ലെ, ഫോറിൻ കറൻസിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ഷെയർ ഡിബഞ്ചർ ഓഫ് an ഇന്ത്യൻ കമ്പനി, അത് അങ്ങനെ വാങ്ങിയതാണ് എങ്കിൽ നമുക്ക് അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ഓക്കെ, അതുപോലെയാണ് ഡിപ്രീഷ്യബിൾ അസറ്റ്. അസറ്റ് ഒരു ഡിപ്രീഷ്യബിൾ ആയിട്ടുള്ള അസറ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് തേയ്മാനം സംഭവിക്കുന്ന അസറ്റ് ആണ് എങ്കിൽ, മെഷീനറി ഒക്കെ അങ്ങനത്തെ അസറ്റുകളാണ് അല്ലെ. ലാൻഡ് ബിൽഡിംഗ് ഒന്നും തേയ്മാനമുള്ള അസറ്റുകളല്ല. അപ്പൊ അതിന് അതുകൊണ്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടും. കാരണം അസറ്റിന്റെ വാല്യൂ, നമ്മൾ എന്താണ്, ടൈം വാല്യൂ ഉണ്ട്. ഒരു അസറ്റ് വാങ്ങിയ പ്രൈസിന് ഇന്നത്തെ കാലത്തിട്ട് വെച്ച് നോക്കുമ്പോൾ ടൈം വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ആ ടൈം വാല്യൂ പരിഗണിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡെക്സേഷൻ ചെയ്യുന്നത്.
പക്ഷെ ഡിപ്രീസിയേഷൻ ഉള്ള അസറ്റ് ആണ്, തേയ്മാനം സംഭവിക്കുന്ന അസറ്റ് ആണ് ഇൻഡെക്സേഷൻ ചെയ്യുന്ന അർത്ഥമുണ്ടോ? കാരണം എന്താണ്, അസറ്റ് 5-6 കൊല്ലം ഉപയോഗിക്കുമ്പോൾ അതിന്റെ വില ഇല്ലാതാവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഡിപ്രീസിയബിൾ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡെക്സേഷൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ ഈ സ്ലം സെയിൽ എന്ന് പറയും, അണ്ടർടേക്കിംഗ് ഡിവിഷൻ ട്രാൻസ്ഫർഡ് ബൈ വേ ഓഫ് സ്ലം സെയിൽ. സ്ലം സെയിൽ ആണെങ്കിൽ അതായത് നമ്മൾ ഈ ഒരുമിച്ച് വിൽക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നടത്തുകയാണെങ്കിൽ നമ്മൾ ഒരു കൂട്ടമായിട്ടൊക്കെ വിൽക്കുക, അതിനെയാണ് സ്ലം സെയിൽ എന്ന് പറയുന്നത്. അങ്ങനെ സ്ലം സെയിൽ ആയിട്ടാണ് നടത്തുന്നതെങ്കിൽ അതെന്താണ്, അത് നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, അതിനും നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ സ്ലം സെയിൽ എന്ന ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കാണും നിങ്ങൾ. അപ്പോൾ സ്ലം സെയിൽ രീതിയിലാണ് ട്രാൻസ്ഫർ എങ്കിൽ, ഒരു കൂട്ടമായിട്ട് നമ്മൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതിന് സ്ലം സെയിൽ എന്ന് പറയാം. അങ്ങനെ കൂട്ടമായിട്ട് നമ്മൾ എന്താണ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. ഡിപ്രീസിയബിൾ അസറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ ഹോൾഡിംഗ് പീരീഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് വരുന്നു. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ് എന്നതുകൊണ്ട് അത് എന്താവില്ല, അതിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. പിന്നെ ഷെയർ ഡിബഞ്ചർ ഓഫ് ഇന്ത്യൻ കമ്പനി, ഒരു കൺവെർട്ടബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്പനിയുടെ ഷെയർ വാങ്ങി വിചാരിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുമ്പോൾ അതിന്റെ ഹോൾഡിംഗ് പീരീഡ് നോക്കുന്ന സമയത്ത് അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടത്തില്ല. അതുപോലെ ബോണ്ട് ഡിബഞ്ചറിന് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പം ഇത്തരം കേസുകൾ, ഈ 4 കേസും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. കാരണം ഈ 4 കേസിലും എന്താണ്, ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും എന്താണ്, ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് അതിൽ അവിടുത്തെ ഹോൾഡിംഗ് പീരീഡ് നമ്മൾ കണക്കാക്കുമ്പോൾ എന്താണ് 24 മാസത്തിൽ കൂടുതൽ വന്നു അല്ലെ, 24 മന്തിൽ കൂടുതൽ ഒരു ലിസ്റ്റഡ് സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. ആ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസ്ഫറിൽ നിന്നും ഉണ്ടാകുന്ന ലാഭം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സേഷൻ ചെയ്യണം എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷെ ഈ ഗ്രൂപ്പിൽ വരുന്ന 4 ഐറ്റത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻഡെക്സേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്തായാലും ഓർമ്മയിൽ വെക്കണം, കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത് ആവശ്യമുണ്ട്. ഓക്കെ.